എന്താ എന്താ ഇവിടെ? ഓ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. എന്തിനാ പേടിക്കുന്നത്? പിന്നെ ഇങ്ങോട്ട് തിരിയുമ്പോ ഒരാൾ ഇളിച്ചോണ്ട് നിന്നാ പേടിയാവില്ലേ? ഭർത്താവിനെ കണ്ട് നിനക്ക് പേടി തുടങ്ങിയോ? എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവില്ല. ആ ചിന്തയിൽ കഴിയുമ്പോ ഇയാൾ ഇങ്ങോട്ട് വരുന്നുള്ള ധാരണ എനിക്കില്ലല്ലോ. എന്നെ ചീറ്റ് ചെയ്തിട്ട് ഈ വീടിന്റെ മുറ്റത്ത് കാല് കുത്താൻ തനിക്ക് എങ്ങനെയാ ധൈര്യം വന്നത്? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നേ. നമ്മുടെ ഡിവോഴ്സിനെ പറ്റിയാണോ? ഇങ്ങനെയൊക്കെ തന്നെയാ നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ ചോദിച്ചത്. അതല്ലാതെ പിന്നെ എന്താ ചോദിക്കേണ്ടേ? സ്വന്തം ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വല്ലവരും വാങ്ങിക്കൊടുത്ത നെക്ലസുമായിട്ട് വരും. പിശുക്കനായ ഒരു ഭർത്താവിനെ ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണും സഹിക്കില്ല. പണ്ടൊക്കെയാ ആണും പെണ്ണൊക്കെ നാളത്തേക്ക് വേണ്ടി കരുതലെന്നും പറഞ്ഞ് പണം മാറ്റി വെക്കുന്നത്. ഇന്നതൊക്കെ മാറി. ഇന്നത്തെ ജീവിതത്തെ പറ്റിയാ എല്ലാരും ചിന്തിക്കുന്നത്. അതിനൊരു അപവാദം ഓത്താൻ നാണക്കേടാ. ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. എന്നെ ആട്ടിപ്പായ്ക്കുന്നതിന് മുമ്പ് വന്ന കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. എന്താ തനിക്ക് പറയാനുള്ളത്? വേറൊന്നുമല്ല, നമ്മള് രണ്ടാളും രണ്ടിടത്താണിപ്പോ. അത് കണ്ട് സന്തോഷിച്ചവരും ഇപ്പൊ രണ്ടായിരിക്കുക. എന്നുവച്ചാ കണ്ണേട്ടനും ഏട്ടത്തിയും ഏതാണ്ട് വേർപിരിഞ്ഞു കഴിഞ്ഞു. താൻ വീണ്ടും എന്നെ മണ്ടിയാക്കാൻ വന്നിരിക്കാണോ? മരണത്തിനല്ലാതെ ആർക്കും അവരെ വേർപിരിക്കാൻ പറ്റില്ല. അങ്ങനെയാ ഞാനും ധരിച്ചിരുന്നത്. എന്നാലേ അവരെ വേർപിരിക്കാൻ ഒരു കാരണമുണ്ടായി. എന്ത് കാരണം? ഒരു കുഞ്ഞ്. കുഞ്ഞോ? എന്തൊക്കെയാ താൻ ഈ പറയുന്നേ? ഇനി കേൾക്കാൻ പോകുന്നത് ഒരിക്കലും നമ്മളാരും നടക്കില്ലാന്ന് കരുതിയ കാര്യം. നിന്റെ ചേച്ചിയുടെ ഉദരത്തില് ഒരു കുഞ്ഞുണ്ട്. ശരിക്കും നിങ്ങൾ എന്നെ വീണ്ടും പറ്റിക്കാൻ ഇറങ്ങിയിരിക്കാ? ഒരിക്കലും അല്ല. അതിന് കണ്ണേട്ടന് അച്ഛനാവാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അത് തന്നെയാ കണ്ണേണ്ടും ചോദിക്കുന്നത്. മറ്റെല്ലാരും ചോദിക്കുന്നത് ആരാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്നാണ്. അവൾ അതുപോലെ എന്തെങ്കിലും അബദ്ധം കാണിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. കാണിച്ചു. കണ്ണേണ്ടും മനസ്സിലായി. അതുകൊണ്ടാ പറഞ്ഞത് അവരും വേർപിരിയാൻ പോവാണ്. ഇപ്പൊ സന്തോഷമായോ? ഇത് ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നി. അതുകൊണ്ടാ ചൂടാറുന്നതിന് മുമ്പ് നേരിട്ടൊന്ന് പറഞ്ഞത്. നിന്റെ അച്ഛനോട് മുത്തശ്ശിയോട് പോലും ഞാൻ ഈ വിവരം പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ പൊയ്ക്കോട്ടെ. നിക്ക്. എന്തിനാ ഒറ്റയ്ക്ക് പോകുന്ന? കൂടെ ഞാനും വരാം. ഇത്ര പെട്ടെന്ന് മനസ്സ് മാറിയോ? കണ്ണനും മഹാലക്ഷ്മിയും തമ്മിൽ വേർപിരിയണം. അതുമാത്രമായിരുന്നു എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും. അതിപ്പോ ഏതാണ്ട് നടന്നു കഴിഞ്ഞു. ഒരു കുഞ്ഞ് അതിന് നിമിത്തമായി. അവളിപ്പോ എവിടെയാ? എവിടെയാണെന്നൊന്നും അറിയില്ല. ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് ചിലപ്പോ ആ അനന്തുവേണ്ട വീട്ടിലെങ്ങാനും പോയി കാണും. എന്തായാലും കമലേശ്വരത്തില്ലല്ലോ. ഇല്ല. ലക്ഷ്മി ഇല്ലാത്ത വീട്ടില്, കണ്ണനും ലക്ഷ്മിയും സ്നേഹിച്ച് കഴിയാത്ത വീട്ടില് എനിക്ക് വരാൻ സന്തോഷമേ ഉള്ളൂ. ഉണ്ണിയേട്ടൻ താഴെയിരിക്കെ ഞാൻ വേഷം മാറി ഉടനെ വരാം. പിന്നെ എന്റെ മുത്തശ്ശിയോടും അച്ഛനോടും ഈ വിവരം ഉണ്ണിയേട്ടൻ പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. ആയിക്കോട്ടെ.